മലയാളത്തിലെ ചില വ്യത്യസ്ത തരം പ്രേതവിശ്വാസങ്ങൾ. വടയക്ഷി ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട പ്രേതം. 1984 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിന് ശേഷമാണ് വടയക്ഷി ആദ്യമായി ജനപ്രിയമായത്. നീരജ് മാധവ് തന്റെ ഗാനത്തിൽ അവളെ ഉല്ലസിക്കുന്ന രീതിയിൽ സ്വീകരിച്ചതിനാൽ കുറച്ചു സമയത്തെ ഹൈബർനേഷനു ശേഷം വടയക്ഷി വീണ്ടും പ്രചാരത്തിലുണ്ട്. ഭാർഗവി ആദ്യ സിനിമാ പ്രേതം. ഭാർഗവി നിലയം പോലൊരു വീട് എന്ന ഈ വാചകം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ഭാർഗവി നിലയം? ഉത്തരം 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന സിനിമ. അസൂയാലുക്കളായ ഒരു കമിതാവിനാൽ കാമുകൻ കൊല്ലപ്പെട്ട കാമുകിയായ യുവതിയുടെ അസ്വസ്ഥമായ ആത്മാവായിരുന്നു ഭാർഗവി. ഇക്കാലത്ത് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നിലെ ഡൊറോത്തി മദാമയുടെ വിജൃംഭിച്ച ബംഗ്ലാവ് പോലെ ഒരു വലിയ വിചിത്രമായ വീടാണ് ഭാർഗവി നിലയം. ഈ ലിസ്റ്റിലെ മറ്റ് പ്രേതങ്ങളിൽ ഭാർഗവിയാണ് ഏറ്റവും നിരുപദ്രവകാരി. കാരണം അവളുടെ ഒരേയൊരു കുറ്റം വേട്ടയാടുന്നതും പരിഹസിക്കുന്നതുമാണ്. ഭാർഗവി മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഹൊറർ ചിത്രങ്ങളുടെ ഒരു വിഭാഗവും നമ്മൾ വെറുക്കാൻ ഇഷ്ടപ്പെടുന്ന വെളുത്ത സാരി ധരിച്ച സുന്ദരി പ്രേതങ്ങളുടെ പാരമ്പര്യം ഉദ്ഘാടനം ചെയ്ത സുന്ദരിയുമാണ്. കുട്ടിച്ചാത്തൻ മലയാളികളുടെ സ്വന്തം ഫ്രണ്ട്ലി ഗോസ്റ്റ്. ഈ ലിസ്റ്റിലെ ഏറ്റവും നല്ല പ്രേതമാണ് കുട്ടിച്ചാത്തൻ. കുട്ടികൾക്കായുള്ള സങ്കീർണമല്ലാത്ത ഒരു സിനിമയിലെ നായകനായതിനാൽ കുട്ടിച്ചാത്തൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമയാണ്. പ്രത്യേകിച്ചും ഇത് ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമാണ്. ചാത്തനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമ. തന്നെ പ്രീണിപ്പിക്കുന്നവർക്ക് അനുഗ്രഹം നൽകുകയും നിങ്ങൾ വെറുക്കുന്ന ആളുകളിൽ തിന്മ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലി ഒരു ശരാശരി മലയാളിക്ക് അപരിചിതയല്ല. മലയാളം നാടോടി കഥകളിലെ ഏറ്റവും പ്രശസ്തമായ ഏക പ്രേതമാണ് നീലി. കടമറ്റത്ത് കത്തനാർ എന്ന ഐതിഹാസിക സീരിയൽ നീലി ചേച്ചിയുടെ ആരാധകർ മറന്നിട്ടുണ്ടാവില്ല. അവിടെ കത്തനാർ നീലിക്കെതിരെ ഒറ്റയ്ക്ക് പൊരുന്നതും കാണാൻ സാധിക്കും. അത്യാഗ്രഹിയായ ഭർത്താവിനാൽ അവൾ കൊല്ലപ്പെട്ടു. പിന്നീട് അവൾ ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും കുട്ടിയായി പുനർജന്മം എടുത്തു. പൈശാചിക ശിശുവിനെ പെട്ടെന്ന് അവർ ഉപേക്ഷിച്ചു. കള്ളിയങ്കോടിനടുത്ത് ഗ്രാമവാസികളെ കൊന്നു തിന്ന രക്തദാഹിയായ രാക്ഷസനായി അവൾ വളർന്നു. മുൻജന്മത്തിലെ ഭർത്താവിനെ കൊന്നപ്പോൾ മാത്രമാണ് നീലി തൃപ്തിപ്പെട്ടത്. 1979 ഇതേ പേരിൽ ഒരു മലയാള സിനിമയുണ്ട്, വേതാളം. വിക്രമാദിത്യന്റെ പ്രേത സഹയാത്രികൻ. വേതാളം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളതല്ല. ഹൈന്ദവ പുരാണങ്ങളിലെ വേതാളം ഒരു ആത്മാവിനാൽ പുനരുജ്ജീവിപ്പിച്ച ശവശരീരമായിരുന്നു. വേതാളം ആളുകളെ ഭ്രാന്തന്മാരാക്കുന്നു, കുട്ടികളെയും കന്നുകാലികളെയും കൊല്ലുമെന്നും വിശ്വസിക്കുന്നു. എന്നിട്ടും ചിലർ വേതാളത്തെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഇടനിലക്കാരനായി കണക്കാക്കുന്നു. വിക്രമാദിത്യൻ കഥകളിലെ വേതാളമാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തൻ. വിശിഷ്ടനായ രാജാവായ വിക്രമാദിത്യനെ ഒരു പ്രത്യേക വേതാളത്തെ കൊണ്ടുവരാൻ ഒരു മന്ത്രവാദി ചുമതലപ്പെടുത്തി. ഒരു വ്യവസ്ഥയിൽ രാജാവിനൊപ്പം പോകാൻ വേതാളം സമ്മതിക്കുന്നു. ഒറ്റമുലച്ചി ഈ ലിസ്റ്റിലെ ഏറ്റവും ഗുരുതരമായ മിഥ്യകളിൽ ഒന്നാണ്. പ്രത്യേകിച്ചും ഈ ലിസ്റ്റിലെ മറ്റ് പ്രേതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റമുലച്ചി യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലെന്നും അവൾ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നുവെന്നും അവരുടെ അനുഭവങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ യുക്തിയെ മറികടക്കുകയും അവളുടെ കഥയെ ഒരു ഇതിഹാസമായി മാറ്റുകയും ചെയ്തു.